പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പണം ചിലവാക്കിയിട്ട് പണം വെറുതെ പോവുകയാണ്, കൂടുതൽ അത് ഭയങ്കര എക്സ്പെൻസീവ് കൂടി ആണെന്നുള്ളത് ഞാൻ പലപ്പോഴും കേൾക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സർക്കിളാണ്. നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ സംഭവം ഒരു ടീം വർക്കാണ്. ഒരാളെ സൈഡ് മാത്രം ലെവലായാൽ മാത്രം ഇത് റെഡി ആവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. നമ്മളൊരു അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് ആ അഡ്വർടൈസിങ് നമ്മൾ കൊടുക്കുന്ന വീഡിയോസുകൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യും. അതായത് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത് മുതൽ തന്നെ അതിൽ എന്ത് ക്യാപ്ഷൻ കൊടുത്തു, എത്ര നല്ല ഡിസൈനിങ് ആണോ, അപ്പോൾ അത് കണ്ടാൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ഈ എൻക്വയറീസ് ക്ലിക്ക് ചെയ്യുള്ളൂ. ഈ ക്ലിക്ക് ചെയ്യുന്ന എൻക്വയറീസുകൾ നമ്മൾ വാട്സപ്പിൽ വരുമ്പോൾ നമ്മളെ ഇൻഹോസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ടെലികോൾസ് എങ്ങനെ അവരോട് ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നതും ക്ലോസിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം തന്നെയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളാണെങ്കിൽ ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കണമെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇത് പിന്നിൽ ആരാണ്, ഈ കമ്പനി ആരാണ് നടത്തിക്കൊണ്ടുപോകുന്നത്, ഇവരെ വിശ്വസിക്കാൻ പറ്റും. കാരണം ഒരു 2000-3000 മുകളിലേക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒന്നുകൂടിയും ചെക്ക് ചെയ്യും. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ നമുക്ക് വളരെ കോമൺലി അറിയുന്നൊരു ആണെങ്കിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസും കണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും നിങ്ങളുടെ പേജിൽ ഉണ്ടായിരിക്കൽ മസ്റ്റാണ്. ഇതില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിൽ കുറഞ്ഞ ടീമിനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഒരുപാട് ടീം കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ടീം ആക്ടിവിറ്റി ഫുള്ളാവാതെ ഇതെന്ത് ചെയ്യില്ല, നിങ്ങളത് ക്ലോസിങ്ങിലേക്ക് വരുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്ത വർക്കുകൾ വേണം, നല്ല ഡിസൈൻസുകൾ വേണം, കസ്റ്റമേഴ്സിന് ടെസ്റ്റിമോണിയൽസ് വീഡിയോസ് വേണം. ഇത്തരത്തെ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്ലോസിങ് എന്ന സ്റ്റേജിലേക്ക് എത്താൻ ചാൻസസ് കൂടുതലുള്ളൂ.